നമ്മളുടെ കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ കൊടുക്കുക, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ടൈംലി ഡെലിവറി ചെയ്യുക, ഓക്കെ. ആ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്തെടുക്കുക. ഇ കൊമേഴ്സിലൊരു മെയിൻ സാധനമാണ് നമ്മളുടെ കസ്റ്റമറിൻ്റെ ലൈഫ് ടൈം വാല്യൂ. ഓൺലൈൻ സ്റ്റോറിലേക്ക് ഡ്രൈവ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതെ. ഒന്ന് നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈൻ ഉണ്ട് എന്നുള്ളത് അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഇമെയിൽ ത്രൂവോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ SMS ത്രൂവോ അല്ലെങ്കിൽ നമ്മുടെ ഷോറൂമിലോ ഷോപ്പിലോ ഓഫീസിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അറിയിക്കാം. നിങ്ങളോട് വരണ്ട, ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെലിവറി കിട്ടും, അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി എല്ലാവരും ചെയ്യുന്നതാണ്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു അവയർനെസ് കൊടുക്കുക. അവയർനെസ് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, ആ അവയർനെസ് ചെയ്യണതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന് ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട്, ഒന്ന് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ ബിസിനസ് വരും. ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എസ്പെഷ്യലി സ്റ്റാർട്ടപ്സ് എപ്പോഴും ഓർഗാനിക്കിലാണ് അവർ പോകുള്ളൂ. ഒരു പരിധി അത്രയും ഒരു പ്രോബ്ലം ഉണ്ട്. നേരെ മറിച്ച് ഒരു ട്രഡീഷണലി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു 1,00,000 പേര് 2,00,000 പേരിലേക്ക് ക്യാമ്പയിൻ വഴി അവർക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്തു. ഞാനത് ഒരുപാട് ആളുകളോട് ഞാൻ ഈ ഐഡിയ ഷെയർ ചെയ്തു. ഞാനൊരു 10 കൊല്ലമായിട്ട് ഞാൻ ഈ ഐഡിയ പറയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നെ അറിയാവുന്ന. ആ ബിസിനസ്സുകാരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇതേ സിമിലർ ബിസിനസ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് ചെയ്യുക ഓൺലൈനിൽ, ഇത് സക്സസ് ആവും എന്ന് പറഞ്ഞിട്ട്. ഇതാരും ചെയ്യാണ്ടായിട്ട് ഞാൻ തന്നെ ചെയ്തത്. ഈത്തപ്പഴം എൻ്റെ പഴയ പരിപാടി തന്നെയാണ്. അതെ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ ഓൺലൈനിൽ അധികം ആളുകൾ ആരും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തന്നെ ഒട്ടകത്തെ വിറ്റാണ് നിങ്ങൾ മാത്രമേ ഉണ്ടാവും. ഒട്ടകത്തെ വിറ്റ് അത് വേറെ കഥയാണ്. അപ്പോൾ ഡേറ്റ്സ് എന്ന് പറയുന്നത് UAE സുലഭമാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ സുലഭമാണ്, GCC കൺട്രീസിൽ എല്ലാ സ്ഥലത്തും കിട്ടും. എന്നാൽ ഇത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഗൂഗിളും സോഷ്യൽ മീഡിയയും വഴി, അല്ലെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ChatGPT വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഇതിൽ പ്രോഫിറ്റബിലിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? വാല്യൂ. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ കൊടുക്കുക, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ടൈംലി ഡെലിവറി ചെയ്യുക, ആ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്തെടുക്കുക. ഇ കൊമേഴ്സിലൊരു മെയിൻ സാധനമാണ് നമ്മളുടെ കസ്റ്റമറിൻ്റെ ലൈഫ് ടൈം വാല്യൂ. അതായത് ആ കസ്റ്റമറിൽ നിന്ന് ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര ദിർഹംസ് നമുക്ക് അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനീഷ്യലി ഈ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തു. എനിക്ക് ഓൾറെഡി ഞാൻ മുമ്പ് ഫാമിൽ ഇവിടെ സൗദിയിലായിരുന്നു, മദീനയിലായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫാംസും എനിക്കറിയാം. ഞാനത് അവിടെ നിന്ന് ഞാൻ വരുത്തിച്ച് ഞാനിവിടെ ഒരു കോൾഡ് സ്റ്റോറേജിൽ അത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കോൾഡ് സ്റ്റോറേജിൽ അത് ചെയ്തു. ഇ കൊമേഴ്സിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയർ പാർട്ട്നേഴ്സ്. ഈത്തപ്പഴം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കണം എന്നുള്ളത് ആദ്യത്തെ അറിവാണ്. അതാണ് നമ്മളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. അതാണ് എന്ത് പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്? ഞാൻ സൗദിയിൽ ഈ ഡേറ്റ്സിൻ്റെ ഇൻഡസ്ട്രിയിലായിരുന്നപ്പോഴാണ്. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് ഫാമിൽ നിന്ന് അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കോൾഡ് സ്റ്റോറേജിൽ വച്ച് കഴിഞ്ഞാലാണ് അത് ലോങ് ടൈം അതിൻ്റെ ആ ന്യൂട്രിയൻ്റ് എഫിഷ്യൻസി അതിൻ്റെ ഉള്ളിൽ. അതായത് ദിവസം കഴിയുന്തോറും അതിൻ്റെ ആ ഒരു ന്യൂട്രീഷണൽ വാല്യൂസ് കുറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഗൂഗിളിലോ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. സ്റ്റഡീസ് ഉള്ളതാണ്, കുറഞ്ഞു വരും. അപ്പോൾ കോൾഡ് സ്റ്റോറേജിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഷെൽഫ് ലൈഫും കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ വാല്യൂസ് റീറ്റെയിൻ ചെയ്യിക്കാനും പറ്റും.